ആദ്യം പാർവതി പറഞ്ഞു കേട്ടപ്പോ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയിരിക്കുന്ന ഞാൻ കരുതിയില്ല. സംഭവം സീരിയസ് തന്നെയാ. പെട്ടുപോയ രാജ്യദ്രോഹ കുറ്റത്തിലാവും കേസ്. നന്ദൻ ചെയ്തതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ഞാനാണോ എന്റെ സ്ഥാനത്തെങ്കിൽ ഇതേ ചെയ്യുമായിരുന്നുള്ളൂ. പണ്ട് ഞാൻ സർവീസ് ആയിരുന്നപ്പോൾ കേരളം വീട്ടിലുള്ള സ്റ്റേറ്റുകൾ. വേണ്ട വേണ്ട, ചരിത്രം ഒന്നും പറയണ്ട. ചായ. മധുര ഇട്ടായിരുന്നു? ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പാർവതി ആകെ അപ്സെറ്റാ. അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു നിസ്സാര കാര്യം മതി. അവളെവിടെ? നന്ദനുമായിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ആ കുട്ടിയെ പോലീസുകാർ കോളേജിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അത് നീ ഇപ്പൊ ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യം എന്താ? അവൻ ചെയ്തൊരു നല്ല കാര്യല്ലേ? സത്യത്തിൽ ബാഗ് മാറി അവന്റെ കയ്യിൽ കിട്ടിയൊരു ഭാഗ്യത്തിനാ. ആ കുട്ടി ജോയിൻ ചെയ്ത് കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പുറത്തു വന്നെങ്കിലോ? ഇവളുടെ വേവലാതി എന്തിനാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായില്ലേ? ഈ ഒരു കാര്യം പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും ഇങ്ങ് തിരിച്ചു വരുത്തിക്കണം. ഈ ആഴ്ചത്തെ ലീവ് എടുപ്പിക്കാൻ ഈ ഒരു കാരണം പോരെ? അതൊന്നും അല്ല അച്ഛാ. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ എനിക്കറിയില്ല, വല്ലാതെ പേടിയാവുന്നു. നന്ദേട്ടനോട് വിശദമായിട്ടൊന്നും ചോദിക്കാനും പറ്റിയില്ല. അതിനു മുമ്പ് ഫോണും കട്ടായി. നന്ദേട്ടനാ. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തവൻ ഇടുവോ നിൽക്കുന്ന നല്ലത്. അതെങ്ങനാ? അത് അവനോടൊന്ന് പറയാന്ന് വിചാരിച്ചാൽ അവൾ ആ ഫോണിന്റെ വീട്ടിൽ നിന്ന് മാറിത്തരണ്ടേ? ഇതൊന്ന് പിടിച്ചേ. നീ ഇത്രമാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പാറു. അതും ഇതും ആലോചിച്ച് ടെൻഷൻ ആവും വേണ്ട. ആ ബാഗ് പോലീസിൽ ഏൽപ്പിച്ചതോടെ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ അവര് ചെയ്തോളൂ. എന്തായാലും അതല്ല നന്ദേട്ട. എന്റെ പാറു, എനിക്ക് മനസ്സിലായി. അച്ഛനും അമ്മയും ഓരോന്ന് പറഞ്ഞ് നിന്നെ ആദ്യ പിടിപ്പിക്കുന്നുണ്ടാവും. നീ ഈ പേര് പറഞ്ഞ് സദാസമയം എനിക്ക് ഫോൺ ചെയ്യുന്ന കാര്യം അറിയാവുന്നോണ്ട് അവര് നിന്നെ കളിയാക്കുന്നാവും പാറു. അല്ലാതെ വേറൊന്നുമില്ല. നീ ഫോൺ അച്ഛന്റെ കയ്യിൽ നിന്ന് കൊടുത്തേ. ഇനി ആ കുട്ടി നിരപരാധിയാണെങ്കിലോ നന്ദേട്ട? നന്ദേട്ടൻ എന്തെങ്കിലും തെറ്റുപറ്റിയാണെങ്കിലോ? എന്നാര് പറഞ്ഞു? എന്റെ പാറു, പോലീസുകാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. നിരപരാധിയല്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാ അവരിവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പിടിക്കപ്പെട്ടപ്പോ ആ കുട്ടിയും അത് ഏതാണ്ട് സമ്മതിച്ച മട്ടായിരുന്നു. ഇതൊക്കെ ചെയ്യിച്ചത് നന്ദേട്ടനാണെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കാണില്ലേ? ഇനി ഇപ്പൊ അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് നന്ദേട്ടനോട് ദേഷ്യവും ഉണ്ടാവും. എന്നോടെന്തിനാ ദേഷ്യം? ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെന്നെ എന്ത് ചെയ്യാൻ? ബെല്ലടിച്ചു. നീ ഒന്ന് ഫോൺ കട്ട് ചെയ്തേ. നന്ദഗോപൻ, ഓക്കെ വന്നേ.